ഹായ് ഓൾ, ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷനെ കുറിച്ചിട്ടാണ്. സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ആസ് എ ചാരിറ്റബിൾ സൊസൈറ്റി സ്പോൺസേർഡ് ബൈ ദ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് സ്പോൺസർ ചെയ്തിട്ടുള്ള ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയാണ് KSSM അഥവാ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ. ഇതെന്നാണ് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്? ഇറ്റ് വാസ് സെറ്റപ്പ് ഓൺ 14th October 2008. 14 ഒക്ടോബർ 2008 ഈ ഒരു KSSM സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് എ ചാരിറ്റബിൾ സൊസൈറ്റി സ്പോൺസേർഡ് ബൈ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ്. It is a novel initiative of the state government to cater the social security needs of the population of the state on a mission mode. ഇതൊരു നോവൽ ഇനിഷ്യേറ്റീവ് ആണെന്ന് പറയുന്നുണ്ട്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ആണ്, കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ആണ്. ഇതെന്തിനാണ് കൊണ്ടുവന്നിട്ടുള്ളത്? സോഷ്യൽ സെക്യൂരിറ്റി നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു മിഷൻ മോഡിൽ സ്റ്റേറ്റിൻ്റെ സോഷ്യൽ സെക്യൂരിറ്റി നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി വന്നിട്ടുള്ള ഒരു നോവൽ ഇനിഷ്യേറ്റീവാണ് എന്ത്? കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ. This mission also aims to undertake documentation of important literature of social research in development, health, service, technology and environment. പല മേഖലകളിൽ, അതായത് ഡെവലപ്മെൻറ്റ്, ഹെൽത്ത്, സർവീസ്, ടെക്നോളജി, എൻവയോൺമെൻറ്റ്, ഈ മേഖലകളിലെല്ലാം സോഷ്യൽ റിസർച്ചുകൾ നടക്കാറുണ്ട്. അപ്പോൾ ആ സോഷ്യൽ റിസർച്ചിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിറ്ററേച്ചറുകൾ ഡോക്യുമെൻ്റ് ചെയ്യുക എന്നൊരു ഉദ്ദേശം കൂടി എന്തിനുണ്ട്? ഈ KSSM-നുണ്ട്, കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷനുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഈ ഒരു സ്ലൈഡിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട കാര്യം എന്താണ്? സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് സ്പോൺസർ ചെയ്യുന്ന ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ആണ് എന്ന് പഠിക്കുക. ഇത് എന്നാണ് വന്നിട്ടുള്ളത് എന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. 14th October 2008. അടുത്ത സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മേജർ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ആണ്. KSSM-ൻ്റെ മേജർ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? To organize social security programs all over the state to extend service and support to the destitute, poor, aged, children, women, chronically ill, cancer patients and other sections of population which deserve and demand care and protection. നമ്മുടെ സൊസൈറ്റിയിൽ ഒത്തിരി അഡ്വാൻറ്റേജ് വേണം എന്നുള്ള ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കും അല്ലേ? അവർക്ക് കെയറും പ്രൊട്ടക്ഷനുമൊക്കെ ആവശ്യമായിട്ടുള്ള ഗ്രൂപ്പുകളുണ്ട്. ഡിസബിലിറ്റീസ് ഉള്ളവരുണ്ട്, മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, വളരെ പുവറായിട്ടുള്ള ഡെസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ളവരുണ്ട്, കുട്ടികളുണ്ട്, വനിതകളുണ്ട്, അതുപോലെ ക്രോണിക്കലി ഇല്ലായിട്ടുള്ള ക്യാൻസർ പേഷ്യൻസ് ഉണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യുക? സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാംസ് ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതാണ്, അതുപോലെ അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് KSSM-ൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. രണ്ടാമതായിട്ടുള്ള ഒബ്ജക്റ്റീവിൽ എന്താ പറയുന്നത്? ടു ഫോർമുലേറ്റ് ആൻഡ് ഇംപ്ലിമെൻറ്റ് സ്കീംസ് ഫോർ ദ പ്രൊട്ടക്ഷൻ ആൻഡ് സപ്പോർട്ട് ഫോർ ദ ഏജ്ഡ് ആയിട്ടുള്ള കുറച്ച് പ്രായമേറിയ ആൾക്കാർക്ക് പ്രൊട്ടക്ഷനും സപ്പോർട്ടും ഒക്കെ നൽകാനായി സ്കീമുകൾ ഫോർമുലേറ്റ് ചെയ്യുകയും ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്യുന്നത് ഇതിൻ്റെ ഒരു മേജർ ഒബ്ജക്റ്റീവാണ്. അടുത്തതായിട്ട് പറയുന്നു ടു ഐഡൻറ്റിഫൈ, അണ്ടർടേക്ക് ആൻഡ് ഇംപ്ലിമെൻറ്റ് സോഷ്യൽ സെക്യൂരിറ്റി പ്രോജക്റ്റുകൾ. പലതരത്തിലുള്ള സോഷ്യൽ സെക്യൂരിറ്റി പ്രോജക്റ്റുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് അപ്പോൾ ബെനിഫിഷ്യറീസിന് അത് കൊടുക്കാൻ പറ്റുക. അതുകൊണ്ട് തന്നെ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക, അണ്ടർടേക്ക് ചെയ്യാൻ ഇംപ്ലിമെൻറ്റ് സോഷ്യൽ സെക്യൂരിറ്റി പ്രോജക്ട്സ്. To provide additional infrastructure for the modernization of social welfare institutions in the state and ensure efficient delivery of service to the weaker sections. അപ്പം സോഷ്യൽ വെൽഫെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മുടെ സ്റ്റേറ്റിൽ ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. എന്തിനാണ്? സോഷ്യൽ വെൽഫെയറിന് വേണ്ടിയിട്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ മോഡേണൈസേഷൻ ചെയ്യുക എന്നുള്ളതാണ്. അഡീഷണൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് കൂടുതലായിട്ട് മോഡേണൈസേഷൻ ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ കൊണ്ടുവരിക. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? എഫിഷ്യൻ്റ് ആയിട്ടുള്ള സർവീസ് ഡെലിവറി എൻഷുർ ചെയ്യാൻ പറ്റും. വീക്കർ സെക്ഷൻസിന് എഫിഷ്യൻ്റ് ആയിട്ടുള്ള സർവീസ് ഡെലിവറി എൻഷുർ ചെയ്യാൻ പറ്റും. അടുത്തതായി നമ്മൾ പറയുന്നു ടു പ്രൊവൈഡ് ഫെസിലിറ്റീസ് ഫോർ സെൻട്രലൈസ്ഡ് ഫുഡ് പ്രോസസ്സിംഗ് ആൻഡ് ഫുഡ് സപ്ലിമെൻറ്റേഷൻ ടു പേഷ്യൻസ് ഇൻ ഗവൺമെൻറ് ഹോസ്പിറ്റൽസ്. ഗവൺമെൻറ് ഹോസ്പിറ്റൽസിലുള്ള ആൾക്കാർക്ക് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഫുഡ് പ്രോസസ്സിംഗ് ആൻഡ് ഫുഡ് സപ്ലിമെൻറ്റേഷൻ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നു.
ടു ഡ്രോ പ്രോഗ്രാംസ് ഫോർ ഇംപ്രൂവിംഗ് ദ ന്യൂട്രീഷൻ സ്റ്റാൻഡേർഡ്സ്, ഹെൽത്ത് ആൻഡ് സ്റ്റാറ്റസ് ഓഫ് പുവർ. ന്യൂട്രീഷൻ സ്റ്റാൻഡേർഡ്സ് ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും ഒരു ഹെൽത്ത് സ്റ്റാറ്റസ് ഓഫ് പുവറിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോഗ്രാമുകൾ ഡ്രോ അപ്പ് ചെയ്യുന്നു. ടു പ്രൊവൈഡ് അസിസ്റ്റൻസ് ഇൻക്ലൂഡിംഗ് മെഡിക്കൽ എക്സ്പെൻസസ് ടു ക്രോണിക്കലി ഇൽ പുവർ ഓർ ഡെസ്റ്റിറ്റ്യൂട്ട് സിറ്റിസൺസ്. മെഡിക്കൽ എക്സ്പെൻസ് കൂടി എന്ത് ചെയ്യുന്നു? പ്രൊവൈഡ് ചെയ്യുന്നു. ക്രോണിക്കലി ഇല്ലായിട്ടുള്ള വളരെ പാവപ്പെട്ടവർക്ക് അല്ലെങ്കിൽ ഡെസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള സിറ്റിസൺസിന് മെഡിക്കൽ എക്സ്പെൻസുകൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി അസിസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു ഇതുകൂടി ചെയ്യുന്നുണ്ട്. ഡ്രോ ആൻഡ് ഇംപ്ലിമെൻറ്റ് എ ക്യാൻസർ കെയർ സ്കീം ടു എക്സ്റ്റെൻഡ് മെഡിക്കൽ എക്സ്പെൻസസ് ഓർ അസിസ്റ്റൻസ് ടു ചിൽഡ്രൻ അഫ്ലിക്റ്റഡ് വിത്ത് ക്യാൻസർ. അപ്പോൾ കുട്ടികളിൽ ക്യാൻസർ ബാധിതരായിട്ടുള്ളവരുണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള കുട്ടികൾക്ക് ഒരു ക്യാൻസർ കെയർ സ്കീം എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അതായത് അവർക്ക് മെഡിക്കൽ എക്സ്പെൻസുകളൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ക്യാൻസർ കെയർ സ്കീം. ഒരുപാട് സ്കീമുകൾ ഈ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ്റെ കീഴിൽ വരുന്നുണ്ട്. അതിന് ഓരോന്നിനും ഓരോ പേരുണ്ട്. ഇപ്പം വയോമിത്രം പോലെ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള 65 വയസ്സിന് മുകളിലോട്ടുള്ളവർക്കാണ് വയോമിത്രം പോലുള്ള സ്കീമുകൾ വരുന്നത്. അപ്പം ഒരുപാട് സ്കീമുകളുണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അടുത്ത ഒബ്ജക്റ്റീവ് എന്താണ്? ടു ഡ്രോ ആൻഡ് ഇംപ്ലിമെൻറ്റ് റീഹാബിലിറ്റേഷൻ സ്കീംസ് ഫോർ ദ വെൽഫെയർ ഓഫ് ഡെസ്റ്റിറ്റ്യൂട്ട് സിറ്റിസൺസ് ഡിസ്ചാർജ്ഡ് ഫ്രം ദ ഗവൺമെൻറ് ഹോസ്പിറ്റൽസ്. അപ്പോൾ റീഹാബിലിറ്റേഷൻ സ്കീമും കൂടി ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവായിട്ട് പറയുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദ വെൽഫെയർ ഓഫ് ഡെസ്റ്റിറ്റ്യൂട്ട് സിറ്റിസൺസ് ഡിസ്ചാർജ്ഡ് ഫ്രം ദ ഗവൺമെൻറ് ഹോസ്പിറ്റൽസ്. ഡെസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള അഗതികളുടെ ആയിട്ടുള്ള സിറ്റിസൺസ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് താമസിക്കാനായി അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്കീമുകളും ഇതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. ടു കണ്ടക്ട് റിസർച്ച് ഓൺ വേരിയസ് സോഷ്യൽ പ്രോബ്ലംസ് ആൻഡ് എക്സ്റ്റെൻഷൻ ഓഫ് റിസർച്ച് ഫൈൻഡിങ്സ്. നമ്മൾ മുന്നേ ഒരു പോയിന്റ് പറഞ്ഞിരുന്നു. സോഷ്യൽ റിസർച്ചുകൾ നടക്കുന്നതിൻ്റെ ആ ഒരു ലിറ്ററേച്ചർ കൂടി ഡോക്യുമെൻ്റ് ചെയ്യുക എന്നൊരു ഉദ്ദേശം കൂടി കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ്റെ കീഴിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. റിസർച്ച് കണ്ടക്ട് ചെയ്യുക, വേരിയസ് ആയിട്ടുള്ള സോഷ്യൽ പ്രോബ്ലംസിൽ റിസർച്ച് കണ്ടക്ട് ചെയ്യുക, ആ റിസർച്ചിൻ്റെ ഫൈൻഡിങ്സിനെ എക്സ്റ്റെൻഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശം കൂടിയുണ്ട്. ഓരോ മേഖലകളിലും സോഷ്യൽ പ്രോബ്ലംസിനെ കുറിച്ചിട്ടുള്ള റിസർച്ചുകൾ നടക്കുമ്പോഴാണ് ആ പ്രോബ്ലംസിനെ ഐഡൻറ്റിഫൈ ചെയ്യുകയും ആ പ്രോബ്ലത്തിന് ഉള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഓരോ പ്രോഗ്രാംസുകളും വെൽഫെയർ സ്കീംസുകളും ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് ആദ്യമായി ആ പ്രോബ്ലത്തെ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം ആണ്. അപ്പോൾ ആ ഐഡൻറ്റിഫിക്കേഷൻ നടക്കുന്നത് ഇത്തരത്തിലുള്ള റിസർച്ചുകളിലൂടെയാണ്. അടുത്ത പോയിന്റ് പറയുന്നത് ടു ട്രെയിൻ ആൻഡ് എക്വിപ്പ് പേഴ്സണൽ എൻഗേജ്ഡ് in voluntary social work and non-governmental organizations in the preparation of welfare projects and their management. അപ്പം ട്രെയിൻ ചെയ്യുക, അവരെ എക്യുപ്ഡ് ആക്കി വയ്ക്കുക എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? വെൽഫെയർ പ്രോജക്റ്റുകളും അതിൻ്റെ ഒരു മാനേജ്മെൻറ്റിനും ഒക്കെയുള്ള ട്രെയിനിങ് കൊടുക്കുക. അതൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് വെൽഫെയർ പ്രോജക്റ്റുകൾ പ്രിപ്പയർ ചെയ്യാനും അതിനെ മാനേജ് ചെയ്യാനും ഒക്കെ വിവിധ തരത്തിലുള്ള ട്രെയിനിങ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. To act as information hub for various social welfare programs in the state. ഒരു ഇൻഫർമേഷൻ ഹബ്ബായിട്ടും കൂടി ഇത് ആക്ട് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ വേരിയസ് സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസ് ഇൻ ദ സ്റ്റേറ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന വേരിയസ് സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസിന് ഒരു ഇൻഫർമേഷൻ ഹബ്ബായിട്ട് KSSM ആക്ട് ചെയ്യുന്നുണ്ട്. To do all the things and perform all assistance as may be necessary or appropriate for the achievement of any or all the above objectives. അപ്പോൾ നമ്മൾ കുറേ അധികം ഒബ്ജക്റ്റീവ്സ് ഇപ്പോൾ പറഞ്ഞല്ലേ, ആ ഒബ്ജക്റ്റീവ്സിന് നെസസറി ആയിട്ടുള്ള അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അച്ചീവ്മെൻറ്റ് നേടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള സഹായങ്ങളും ആസ് എ ഹോൾ ചെയ്യേണ്ടത് എന്തിൻ്റെ ഉത്തരവാദിത്തമാണ്? ഈ KSSM കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇത്രയാണ് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. സ്കീംസ് നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം.